സിരിജെ, അണ്ണാമലൈ അടി തുടങ്ങിയിരിക്കുകയാണ്. സ്റ്റാലിനിട്ടുള്ള അടി മാത്രമല്ല, DMKക്ക് മൊത്തമുള്ള അടിയാണ് അണ്ണാമലൈ നടത്തുന്നത്. ചെരുപ്പിടാതെ ചാട്ടവാറ് കൊണ്ടടിച്ച് ഇരയ്ക്കൊപ്പം നിന്നുകൊണ്ടുള്ള അണ്ണാമലയുടെ നീക്കം അത് തമിഴ്നാടിനെ വലിയ രീതിയിൽ പ്രതിസന്ധിയിലാക്കുന്നുണ്ട്. എങ്ങനെയാണ് ഈ നീക്കത്തെ കാണേണ്ടത്? ഇപ്പോൾ തമിഴ്നാട്ടിലെ ചെന്നൈയിൽ അവിടെ ഒരു പെൺകുട്ടി ബലാത്സംഗത്തിന് ഇരയാകുന്നു. അതായത് കോളേജ് വിദ്യാർത്ഥിനിയാണ്. അപ്പോൾ ഈ പെൺകുട്ടിയെ ഉപദ്രവിച്ച ആൾ DMK പ്രവർത്തകനാണ്. ആ DMK പ്രവർത്തകനായതുകൊണ്ട് തന്നെ അയാളെ രക്ഷിക്കാനായിട്ട് ഈ പാർട്ടി അല്ലെങ്കിൽ തമിഴ്നാട് സർക്കാർ ചില നിലപാടുകൾ സ്വീകരിക്കുന്നതാണ് പ്രധാനമായ ആരോപണം. അപ്പോൾ ഇത്തരത്തിലുള്ള ആളുകളെ പോലും സംരക്ഷിക്കുന്നു. സ്വതന്ത്രമായി സ്ത്രീകൾക്ക് നടക്കാൻ പോലും കഴിയുന്നില്ല. ഇപ്പോൾ നമുക്കറിയാലോ, സ്ത്രീകളെയൊക്കെ ഉപദ്രവിക്കുന്നതിന് വേണ്ടി കേന്ദ്ര സർക്കാർ ഈ ഉപദ്രവിക്കുന്നതിനെതിരെയുള്ള പദ്ധതികളൊക്കെ നടപ്പാക്കാൻ കേന്ദ്ര സർക്കാർ നിർഭയ ഫണ്ട് അനുവദിച്ചിട്ടുണ്ട്. അതായത് നിർഭയ എന്ന് പറയുന്ന ഒരു പെൺകുട്ടി ഡൽഹി കൊല്ലപ്പെട്ടു. അതിനുശേഷമാണ് സ്ത്രീകൾക്കെതിരെയുള്ള അക്രമം തടയാൻ, അതിനുമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാനായിട്ട് നിർഭയ ഫണ്ട് എന്ന രീതിയിൽ കേന്ദ്ര സർക്കാർ പണം അനുവദിക്കുന്നത്. ഇത് പല സർക്കാരും പല രീതിയിൽ വിനിയോഗിക്കുന്നു. ഇവിടെ DMKയുടെ സംസ്ഥാന അധ്യക്ഷൻ ആയ ആൾ പറയുകയാണ്, ഈ പറയുന്ന അണ്ണാമല ഇതുവരെ ഇവിടെ ഇല്ലായിരുന്നു, 3 മാസം സ്വസ്ഥത ഉണ്ടായിരുന്നു എന്നൊക്കെ പറയുന്നു. അപ്പോൾ അണ്ണാമല എവിടെ പോയി? കഴിഞ്ഞ 3 മാസമായി ഉപരിപഠന സംബന്ധമായി അദ്ദേഹം വിദേശ രാജ്യത്തായിരുന്നു. അതിനുശേഷം തിരിച്ചു വന്നപ്പോഴാണ് ഈ സംഭവങ്ങളൊക്കെ കാണുന്നത്. നേരെ അണ്ണാമല ഈ വിഷയത്തിലേക്ക് എടുത്തിയായിരുന്നു. എന്നിട്ട് പറയുന്നു, DMK സർക്കാരിൻ്റെ കാലത്ത് സമാധാനപരമായി സ്ത്രീകൾ ഉൾപ്പെടെ പെൺകുട്ടികൾ ഉൾപ്പെടെ ആർക്കും പുറത്തേക്ക് ഇറങ്ങാൻ കഴിയുന്നില്ല. കോളേജ് ക്യാമ്പസിനുള്ളിൽ വെച്ച് പോലും സ്ത്രീ വളരെ ക്രൂരമായി ഉപദ്രവിക്കപ്പെടുന്നു. ഒരു പെൺകുട്ടിയെ ഉപദ്രവിച്ച ആ കിരാതനെ അല്ലെങ്കിൽ ആ ദുഷ്ട വ്യക്തിയെ ഇപ്പോഴും DMK സർക്കാർ എന്തിനാണ് സംരക്ഷിക്കുന്നത്? ഇത് വലിയൊരു മൂവ്മെൻ്റ് ആയിട്ട് മാറുന്നു. സോഷ്യൽ മീഡിയയിലടക്കം പോസ്റ്റ് ഇടുന്നു. മാത്രമല്ല DMK കുറ്റം ചെയ്തു എന്ന് പറഞ്ഞിട്ട് വലിയ രീതിയിലൊരു ക്യാമ്പയിൻ, ഒരു ടാഗ് ലൈനോടുകൂടി ഒരു പോസ്റ്റ് ചെയ്യുന്നു. ആ പോസ്റ്റ് ഈ സമൂഹ മാധ്യമങ്ങളിൽ വലിയ രീതിയിൽ പ്രചാരം നേടുന്നു. DMKക്കെതിരെ സാധാരണഗതിയിൽ BJP അങ്ങനെ ഒരു പോസ്റ്റ് ഇട്ടാൽ അതിന് വലിയ പ്രചാരം ലഭിക്കാറില്ല. പക്ഷേ ഇവിടെ അങ്ങനെയല്ല, വലിയ പ്രചാരം ലഭിക്കുകയും ആളുകൾ DMK സർക്കാരിനെ ഒരു കള്ളത്തരം കാണിക്കുന്ന സർക്കാർ എന്ന നിലയിൽ കണ്ടു തുടങ്ങിയെന്നാണ് വിവരങ്ങൾ പുറത്തു വരുന്നത്. അങ്ങനെയല്ലേ നമ്മൾ മനസ്സിലാക്കിയത്? അങ്ങനെ തന്നെയാണ്. പ്രത്യേകിച്ച് ഒപ്പം നിൽക്കുന്ന ഒരു ആളായി അണ്ണാമലൈ മാറുമ്പോൾ അതിക്രൂരമായി ഉപദ്രവിക്കപ്പെട്ട ഒരു പെൺകുട്ടിയാണ്. അപ്പോൾ ആ പെൺകുട്ടിക്ക് ഒപ്പം അണ്ണാമലൈ നിൽക്കുന്നു. ഒപ്പം അവരോടൊപ്പം AIDMK കൂടി ചേർന്നുകൊണ്ട് അടുത്ത തിരഞ്ഞെടുപ്പിനെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഒരു നീക്കമാണെങ്കിൽ പോലും തമിഴ്നാട്ടിൽ വലിയ പ്രതിസന്ധി DMK നേരിടുന്നുണ്ട് എന്നുള്ളതാണ്. പ്രത്യേകിച്ച് സ്റ്റാലിനെ പിന്നെ ഒരു തരത്തിലും ഒന്ന് ചലിപ്പിക്കാൻ പോലും ആർക്കും കഴിയാത്ത ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. അവിടെ നിന്ന് 3 മാസത്തെ പഠനത്തിന് ശേഷം വന്ന ഉടൻ തന്നെ അണ്ണാമല ഒരു കോയമ്പത്തൂരിലെ ബസ് സ്ഫോടനവുമായി ബന്ധപ്പെട്ട ഒരാളുടെ അതിലെ മുഖ്യപ്രതിയുടെ മരണം വലിയ രീതിയിൽ തമിഴ്നാട് സർക്കാർ ആഘോഷിച്ചു എന്നുള്ള രീതിയിൽ അത്തരത്തിലുള്ള ഒരു പിന്നെ സമര മുറയുമായി അണ്ണാമലൈ രംഗത്തെത്തുന്നു. നിങ്ങൾക്ക് നാണമില്ലേ 4 വോട്ടിന് വേണ്ടി ഇത്തരം ഒരു രീതി ചെയ്യാൻ? ഒരു തീവ്രവാദി ഇങ്ങനെയാ ഇത്തരം വലിയ വില കൊടുക്കാൻ നിങ്ങൾക്ക് നാണമില്ലേ എന്നൊക്കെ ചോദിക്കുന്നു. അതിലൂടെ അണ്ണാമലയെ അറസ്റ്റ് ചെയ്യുന്നു. അവിടെ നിന്ന് തുടങ്ങിയ പ്രതിഷേധമാണ് ഇപ്പോൾ ചെരുപ്പിടാതെ സ്വന്തമായി ദേഹത്തെ ചാട്ടവാർ അടിച്ചുകൊണ്ട്, അതായത് DMKയുടെ പതനം കാണുന്നത് വരെ ഞാൻ ഈ നിലപാട് തുടരും എന്നുള്ള ഒരു വലിയ നീക്കമാണ് അണ്ണാമലയുടെ ഭാഗത്തു നിന്ന് നടത്തുന്നത്. അപ്പോൾ ഇതിലൂടെ 2026 വിജയും അണ്ണാ DMKയോട് ഒരു കൂറുള്ള പാർട്ടിയാണ് വിജയിയുടേത്. BJPയോടും DMKയോടും ഇല്ലെങ്കിൽ അണ്ണാ DMKയോട് വിജയിക്കൊരു കൂറുണ്ട്. അതുകൊണ്ട് തന്നെ വിശാല സഖ്യം രൂപീകരിച്ചുകൊണ്ട് 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിനെ നേരിട്ടാൽ BJPക്ക് വലിയൊരു സാധ്യത ഉണ്ട് എന്നുകൂടി മുന്നിൽ കണ്ടുകൊണ്ടുള്ള അണ്ണാമലയുടെ നീക്കം അക്ഷരാർത്ഥത്തിൽ തമിഴ്നാടിനെ സ്റ്റാലിനെ ഒക്കെ ഞെട്ടിപ്പിച്ചിരിക്കുകയാണ്. തീർച്ചയായിട്ടും. കാരണം ഈ AIDMK ഒന്ന് മാറ്റി നിർത്തിയിട്ടാണ് BJP മത്സരിച്ചത്. നേരത്തെ AIDMKയുമായി ചേർന്ന് BJP മത്സരിച്ചിരുന്നുവെങ്കിൽ പല സീറ്റുകളിലും കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJPക്ക് വിജയിക്കാൻ കഴിയുമായിരുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പിലും വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയുമായിരുന്നു. അപ്പം ഈ പറയുന്ന അണ്ണാമലൈ പറയുന്നു, ഇനി ദ്രാവിഡ പാർട്ടികളുമായിട്ടുള്ള യോജിപ്പില്ലാതെ BJPക്ക് സ്വന്തമായ ഒരു അസ്തിത്വം വേണം, BJPക്ക് തമിഴ്നാട്ടിൽ ഒരു വളർച്ച വേണം എന്ന് പറഞ്ഞുകൊണ്ട് ഈ AIDMKയെ ഒന്ന് അകറ്റി നിർത്തിയത് അണ്ണാമലയായിരുന്നു. ഇപ്പോൾ പറയുന്നു, സ്റ്റാലിൻ്റെ നേതൃത്വത്തിലുള്ള DMK ഒരു വലിയ സഖ്യമായി അല്ലെങ്കിൽ ഒരു വലിയ രാഷ്ട്രീയ മുന്നേറ്റമായി മാറുന്നു. അവർ ജനങ്ങളെ അടിച്ചമർത്തി ഭരിക്കുന്നു. ഇനി അങ്ങനെ വേണ്ട, അതിനെ ഒഴിവാക്കണമെങ്കിൽ ഒരു കൂട്ടുകക്ഷി ഭരണം വന്നോട്ടെ, ഒരു മുന്നണി ഉണ്ടായിക്കോട്ടെ. അങ്ങനെ AIDMKയുമായി യോജിച്ച് പ്രവർത്തിക്കാൻ അണ്ണാമലൈ തയ്യാറാണ് എന്നതിൻ്റെ സൂചന വരുന്നു. അതുകൊണ്ട് എന്താ പറയുന്നത്, ഈ പെൺകുട്ടിയെ ഉപദ്രവിച്ച പ്രതികളെ പിടികൂടുന്നത് വരെ ഞാൻ വ്രതം അനുഷ്ഠിക്കാൻ പോകുന്നു, അതിനുശേഷം മാത്രമേ ഇനി ഞാൻ ചെരുപ്പിടുകയുള്ളൂ. അതായത് DMK സർക്കാരിനെ താഴെ ഇറക്കിയതിന് ശേഷം മാത്രമേ ചെരുപ്പിടുകയുള്ളൂ. ഇതാരാ പറയുന്നത്? മുൻ IAS ഉദ്യോഗസ്ഥൻ കൂടിയായ അണ്ണാമലൈ. ഭയങ്കര ആർജവമുള്ളൊരു നേതാവാണ്. ദേശീയ നേതൃത്വം ഏറെ പ്രതീക്ഷയോടെ കാണുന്ന ഒരു യുവ നേതാവാണ്.
അദ്ദേഹം എന്താ ചെയ്തത്, വ്രതം അനുഷ്ഠിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് സ്വന്തം വീടിൻ്റെ മുമ്പിൽ പിന്നെ പാർട്ടി അണികളെയൊക്കെ വിളിച്ച് കൂട്ടിയിട്ട് തന്നെ ചാട്ടവാർ വെച്ച് അടിക്കാൻ പറയുന്നു. എന്നിട്ട് അവരത് അനുസരിച്ചില്ല. തുടർന്ന് ഈ അണ്ണാമല സ്വയം ചാട്ടവാർ വെച്ച് അടിക്കുന്നു. കുറേ തവണ അടിച്ചു കഴിയുമ്പോൾ പിന്നെ അവരെല്ലാം കൂടെ വന്ന് പിടിച്ചു മാറ്റുന്നു. എന്നിട്ട് ചെരുപ്പിടാതെയാണ് പുറത്തേക്ക് പോകുന്നത്. എന്ന് പറഞ്ഞാൽ സ്റ്റാലിൻ്റെ നേതൃത്വത്തിലുള്ള DMK സർക്കാരിൻ്റെ പതനം കാണാതെ ഇനി ഞാൻ ചെരുപ്പിടില്ല. അപ്പോൾ ഇത്തരത്തിലൊരു മുന്നേറ്റം നടത്തുമ്പോൾ DMKക്കെതിരെ ആരൊക്കെ കൂട്ടുകൂടുന്നു എന്നുള്ളത് ശ്രദ്ധേയമാണ്. ഇപ്പം നമുക്കറിയാലോ, നടൻ വിജയ് സിനിമ അഭിനയമൊക്കെ നിർത്തിയിട്ട് രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങിയിരിക്കണം. അപ്പോൾ ഒരു എന്താ പറയുന്നത്, നിയമസഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടുള്ള രാഷ്ട്രീയ പ്രവർത്തനത്തിലേക്ക് വിജയ് പോകുന്നു. അപ്പം വിജയുടെ നേതൃത്വത്തിൽ ഒരു രാഷ്ട്രീയ പാർട്ടി രംഗപ്രവേശം ചെയ്താൽ ഉടൻ തന്നെ വലിയ സ്വീകാര്യത കിട്ടണമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഇപ്പോൾ MGRൻ്റെ കാലത്തോ അല്ലെങ്കിൽ ഈ പറയുന്ന കരുണാനിധിയുടെ കാലത്തോ ഉള്ളതുപോലെയുള്ള ഒരു സമൂഹമല്ല. യങ് ജനറേഷൻ വളരെ വ്യത്യസ്തമായി ചിന്തിക്കുന്നതാണ്. അതുകൊണ്ട് ഈ പറയുന്ന വിജയുടെ പാർട്ടി, AIDMK, ഒപ്പം അണ്ണാമലൈ നേതൃത്വം നൽകുന്ന BJP, ഇവരെല്ലാം കൂടെ ചേർന്നാൽ ഒരു യങ് ടർക്ക് അല്ലേ എന്ന് അങ്ങനെയൊക്കെ പറയാൻ പറ്റുന്ന ഒരു യങ് ആയിട്ടുള്ള കുറേ ആളുകൾ ഒരുമിച്ച് ചേർന്ന് ഒരു പുതിയ മുന്നണിയായിട്ട് വരുന്നു. അപ്പോൾ DMKയുടെ ഭരണത്തിൽ അതൃപ്തരായ തമിഴ്നാട്ടിലെ ജനത ഒരുപക്ഷെ ഇവരുടെ കൂടെ നിൽക്കാം. അത്തരത്തിലൊരു മുന്നേറ്റവുമായി നീങ്ങുമെന്നാണ് ഇവർ പറയുന്നത്. അപ്പോൾ സ്റ്റാലിൻ ഇത്രയും നാൾ കരുതി എന്താ, BJP ഒരിടത്ത് നിൽക്കുന്നു, AIDMK വേറൊരിടത്ത് നിൽക്കുന്നു, വിജയ് അദ്ദേഹത്തിൻ്റെ പാർട്ടി വേറെ ഭാഗത്തേക്കുന്നു. തങ്ങൾക്ക് ഭീഷണിയല്ല. അപ്പോൾ ഒറ്റയ്ക്ക് നിന്നാൽ DMKക്ക് വലിയ ശക്തിയുണ്ട്. കാലാകാലങ്ങളായി ഇത് പരമ്പരാഗതമായുള്ള വോട്ട് ബാങ്കുകളാണ് DMKക്ക്. അതുകൊണ്ടാണ് അവർ വിജയിച്ചു വരുന്നത്. കരുണാനിധിയൊക്കെ സൃഷ്ടിച്ച ഒരു ബേസിൽ നിന്ന് ഇവർ അതിൻ്റെ നേട്ടം കൊയ്യുന്നേ ഉള്ളൂ. അല്ലാതെ സ്റ്റാലിന് താഴെ തട്ടിൽ വലിയ നേട്ടമൊന്നും കൊയ്യാൻ പറ്റുന്നില്ല. മാത്രവുമല്ല പല എതിർപ്പുകളും മറികടന്നാണ് സ്വന്തം മകനെ ഉപമുഖ്യമന്ത്രിയാക്കിയത്. അതിലൊക്കെ DMKക്കുള്ള അതൃപ്തിയുണ്ട്. അപ്പം AIDMKയും അണ്ണാമലൈ നേതൃത്വം നൽകുന്ന BJPയും വിജയുടെ പാർട്ടിയുമെല്ലാം ഒന്നിച്ച് നിന്നാൽ ഒരുപക്ഷെ DMKക്കുള്ളിൽ തന്നെ പിളർപ്പുണ്ടാകാം. അപ്പോൾ അവിടുത്തെ തമിഴ്നാട് മുഖ്യമന്ത്രിമാരെല്ലാം തന്നെ അഴിമതി ആരോപണത്തിൽ മുങ്ങിക്കുളിച്ച ആൾക്കാരാണ്. അത്തരത്തിൽ അഴിമതി ആരോപണവും സ്ത്രീകളെ ഉപദ്രവിക്കുന്ന കാര്യത്തിൽ പ്രതികളെ പിടികൂടാതെ അവരെ സംരക്ഷിക്കുന്ന ആളുമാണ് പുതിയ മുഖ്യമന്ത്രിയായ സ്റ്റാലിൻ എന്നുള്ള ഒരു ഇമേജ് ജനങ്ങൾക്കിടയിലേക്ക് പടരുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള ആളുകൾക്കെതിരെ കർശന നിലപാട് സ്വീകരിക്കണമെന്ന് അണ്ണാ DMK പറയുകയും അത് സമൂഹ മാധ്യമങ്ങളിലൂടെ വളരെയധികം ചർച്ച ചെയ്യപ്പെടുകയും ചെയ്തു. മാത്രമല്ല 3 മാസങ്ങൾ ഇവിടെ ഇല്ലാതിരുന്ന അണ്ണാമലൈ തിരിച്ചെത്തിയപ്പോൾ തമിഴ്നാട് രാഷ്ട്രീയത്തിലേക്ക് നേരിട്ടൊരു രംഗപ്രവേശം ചെയ്തുകൊണ്ട് അഴിമതിക്കെതിരെ പടപൊരുന്ന നേതാവ് എന്നുള്ള ഒരു ഇമേജ് വളരെ കുറഞ്ഞ ദിവസം കൊണ്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റി. മാത്രമല്ല DMK സർക്കാരിനെ താഴെ ഇറക്കിയതിന് ശേഷമേ താൻ ഇനി ചെരുപ്പിടുള്ളൂ എന്നൊക്കെ പറയുമ്പോൾ ഇപ്പോൾ തമിഴ്നാട്ടിലെ കാര്യം അറിയില്ല, കർഷകരടക്കം ആളുകൾ ചെരുപ്പൊന്നും ഇല്ലാതെയാണ് നടക്കുന്നത്. അവർ അങ്ങനെ ഉള്ള തികച്ചും ഗ്രാമീണരാണ്. അപ്പോൾ ആ ഗ്രാമീണരുടെ പാർട്ടാണ്, ഗ്രാമീണരിൽ ഒരാളാണ് ഞാനെന്ന ഒരു സന്ദേശം കൃത്യമായിട്ട് ആര് നൽകുന്നു, അണ്ണാമലൈ നൽകുന്നു. അപ്പോൾ അണ്ണാമലൈ എന്ന് പറയുന്ന മുൻ IAS ഉദ്യോഗസ്ഥൻ, ഈ സിവിൽ സർവീസ് ഉദ്യോഗസ്ഥനായിരുന്നു. അപ്പോൾ സിവിൽ സർവീസിൻ്റെ IPS ആണോ IAS ആണോ എന്നുള്ള ഒരു സംശയമുണ്ട്. IPS ആണെന്ന് തോന്നുന്നു. അപ്പോൾ ആ ഉദ്യോഗ വലിച്ചെറിഞ്ഞിട്ട് സാധാരണ ജനങ്ങളുമായിട്ട് എങ്ങനെ യോജിച്ച് പ്രവർത്തിക്കാമെന്നതിനെക്കുറിച്ച് അണ്ണാമലയ്ക്ക് കൃത്യമായ ധാരണയുണ്ട്. ആ അവസരത്തെ മുതലെടുക്കാനായിട്ട് ശ്രമിക്കുന്നു. അപ്പോൾ BJP ഒറ്റയ്ക്ക് മത്സരിപ്പിച്ചു എന്നതുകൊണ്ട് തന്നെ അണ്ണാമലൈ ഒരുപാട് വിമർശനങ്ങൾ നേരത്തെ ഏറ്റുവാങ്ങിയിരുന്നു. അപ്പോൾ മനസ്സിലായി നിലവിലെ സാഹചര്യത്തിൽ DMK തറ പറ്റിക്കാൻ ഒറ്റയ്ക്ക് BJP വിചാരിച്ചാൽ പറ്റില്ല. ഒരു പക്ഷേ കേന്ദ്രത്തിലൊക്കെ നേരത്തെ പ്രയോഗിച്ചതുപോലെ ഒരു മുന്നണി സംവിധാനത്തിലേക്ക് കടന്നു വരാം. അതിൽ DMKയുടെ എതിരല്ലേ. അപ്പോൾ ശത്രുവിൻ്റെ ശത്രു നമുക്ക് മിത്രമാക്കാം. വിജയുടെ പാർട്ടി പറയുന്നു ഞങ്ങൾ ഒറ്റയ്ക്ക് നിൽക്കുകയാണ്. വിജയ് കുറച്ച് കഴിയുമ്പോൾ മനസ്സിലാകും. കാരണം എന്താ, മുമ്പ് വിജയകാന്ത് ഒരു പാർട്ടിയായിട്ടൊക്കെ രംഗത്ത് വന്നു. അത് എത്രത്തോളം വിജയിച്ചു എന്നറിയാം. അപ്പോൾ സിനിമാ നടന്മാർ അങ്ങനെ ഇറങ്ങിക്കഴിഞ്ഞാൽ കമലഹാസൻ്റെ ഒക്കെ എത്രയോ വലിയ ആരാധകരുണ്ടായിട്ടും അദ്ദേഹത്തിൻ്റെ പാർട്ടി രക്ഷപ്പെട്ടില്ല. അപ്പോൾ അതുകൊണ്ട് വിജയം വിചാരിക്കുകയാണ്, ശരി ഈ BJP അണ്ണാമലയുടെ കൂടെ നിന്നാലോ. അങ്ങനെ നിന്നാലുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് ലക്ഷ്യം വെച്ചിട്ടാണ് വിജയുടെ പാർട്ടി പ്രവർത്തിക്കുന്നത്. എങ്ങാനും ഇവിടെ വലിയ നേട്ടങ്ങൾ ഉണ്ടായില്ലെങ്കിലും BJPയുടെ ഒരു സഖ്യകക്ഷി എന്ന നിലയിൽ വേണമെങ്കിൽ കേന്ദ്രത്തിൽ നേട്ടമുണ്ടാക്കാമല്ലോ. അപ്പം തമിഴ്നാട്ടിൽ പരാജയപ്പെട്ടാൽ കേന്ദ്രത്തിലേക്ക് പോയി വിജയിന് രക്ഷപ്പെടാനും അവസരമുണ്ട്. അപ്പോൾ അതുകൊണ്ട് വിജയ് ഇതിനോട് യോജിക്കാനുള്ള എല്ലാ സാധ്യതയുണ്ട്. മാത്രമല്ല AIDMK ഈ പറയുന്ന BJPയുടെ കൂടെ പെട്ടെന്ന് കൂട്ടിയേരുമെന്ന് സ്റ്റാലിനും കൂട്ടരും പ്രതീക്ഷിച്ചില്ല. അത് അവർക്ക് വലിയ ആഘാതമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം കൂടെ കൂട്ടി വായിക്കുമ്പോൾ പുതിയൊരു സഖ്യം, പുതിയൊരു മുന്നണി തമിഴ്നാട്ടിൽ രൂപപ്പെട്ടു വരുന്നു. ജനങ്ങൾ, സാധാരണക്കാർ അവരെ അനുകൂലിക്കുന്നു, അവരെ പിന്തുണയ്ക്കുന്നു. സ്റ്റാലിൻ്റെ ഏകാധിപത്യ സ്വഭാവം, ഒപ്പം DMKക്കുള്ളിലെ പാർട്ടിയിലെ തമ്മിലുള്ള അനൈക്യം, ഇതെല്ലാം കൂടെ ഇവർക്കെതിരായി വരികയും ചെയ്യും. മാത്രമല്ല സ്വന്തം മകനെ ഉപമുഖ്യമന്ത്രിയാക്കാൻ കാണിച്ച തന്ത്രം, ഇതൊക്കെ പലർക്കും ഇഷ്ടപ്പെട്ടിട്ടില്ല. അപ്പോൾ തമിഴ്നാട്ടിലെ ഒരു പെൺകുട്ടി കൊല്ലപ്പെടുന്നു, അല്ലെങ്കിൽ ആ പെൺകുട്ടിയെ മാരകമായി ഉപദ്രവിക്കുന്നു. ആ ഉപദ്രവിച്ച ബലാത്സംഗം ചെയ്ത പ്രതിയെ രക്ഷപ്പെടുത്താനായിട്ട് DMK ശ്രമിക്കുന്നു. അപ്പോൾ DMK പാർട്ടി പ്രവർത്തകരാണെങ്കിൽ എന്ത് അഴിമതിയും കാണിക്കാം, എന്ത് തെമ്മാടിത്തരവും കാണിക്കാം എന്നൊരു ഇമേജ് സൃഷ്ടിക്കാൻ ഈ അണ്ണാമലയുടെ ഇടപെടലിലൂടെ സാധിച്ചു. ഇത് വലിയ ഒരു ഭീഷണിയായിരിക്കും DMKക്ക് നൽകുക, അല്ലേ? തീർച്ചയായിട്ടും അണ്ണാമലൈ ഇറങ്ങി ഇനി DMK ഉണ്ടാവില്ല. പച്ച മലയാളത്തിൽ പറഞ്ഞാൽ സ്റ്റാലിൻ കണ്ട വഴി ഓടേണ്ട അവസ്ഥയാണ് ഉണ്ടായിരിക്കുന്നത്.